ഓക്കെ, അടുത്ത ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ ഹെയർ കട്ട് എല്ലാവരെയും പരിചയപ്പെടുത്താം. ഈ മോൾക്ക് കുറച്ച് മുടി ഉള്ളായിരുന്നു, അത് വെച്ച് ഞാനൊരു ഷോൾഡർ ലെവലിലൊരു കട്ടും ചെയ്ത് കൊടുത്തു. സെറ്റും ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഹെയർ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം മുടിയൊന്ന് വാഷ് ചെയ്ത് ഉണക്കിയതിന് ശേഷം മുടി 2-3 ലെയറായിട്ട് മാറ്റി ഒന്ന് കട്ട് ചെയ്തു. അതിന് ശേഷം ഞാൻ വീണ്ടും എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടോ എന്ന് നോക്കുക. അപ്പം ഞാൻ ഹെയർ കട്ട് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ഒന്നും കൂടെ അത് കറക്റ്റ് ചെയ്യുകയാണ് ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത്. ഇത് മുന്നിൽ നിന്ന് നോക്കിയ ബ്ലണ്ട് കട്ടായിട്ടും ബാക്കിൽ ഒരു ചെറിയ ഷേപ്പിലുമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഹെയർ കട്ട് ചെയ്തിരിക്കുന്നത്. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ അവർക്ക് മുടി അഴിച്ചിട്ടുണ്ട് പോകാനും ഒരു പോണി സ്റ്റൈൽ ചെയ്യാനുമായിട്ടൊക്കെ ഈ ഹെയർ കട്ട് ഉപകാരമുള്ളതാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുടി മാത്രമേ ഇപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് സൂക്ഷിക്കാനും ഇത്ര ഷോർട്ടായിട്ട് ചെയ്താൽ സൂക്ഷിക്കാനും പറ്റും. ഇനി മോളൊന്ന് എഴുന്നേറ്റ് നിന്ന്. ഇതേപോലെയാണ് ഞാൻ ഒരു ചെറിയ കട്ട്, അതേപോലെ ബ്ലണ്ട് ഹെയർ കട്ടുമായിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ മുടിയൊന്ന് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ മുടിയൊന്ന് സെറ്റ് ചെയ്തിട്ടേക്കുന്ന മുടി ഒന്ന് ബ്രഷ് ചെയ്ത് അങ്ങനെ മോളുടെ മുടി ഹെയർ കട്ടും കഴിഞ്ഞു, സെറ്റ് ചെയ്തും കൊടുത്തു. മോളുടെ മുഖത്തിന് ഇണങ്ങുന്ന രീതിയിൽ ചെറിയൊരു യുവും ഷോൾഡർ ലെവലിൽ ഒരു ബ്ലണ്ട് ഹെയർ കട്ടുമാണ് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് മോളുടെ മുഖത്തിന് ചേരുന്ന രീതിയിൽ ഒരു ബ്ലണ്ട് കട്ട് പോലെ ഞാൻ ചെയ്ത് കൊടുത്തു. ഇതിന് നമ്മളിനി സൂക്ഷിച്ചാൽ മതി. പിള്ളേർക്കൊക്കെ കോളേജ് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ വെട്ടിയിട്ടിരുന്നത് അഴിച്ചിടാനും പറ്റും. ഒരു ചെറിയ പോണി ചെയ്യാനാണെങ്കിൽ നമുക്ക് സാധിക്കും. അങ്ങനെ ഹെയർ കട്ട് ഇവിടെ കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. ഇനി ഈ മോളുടെ അനിയത്തിക്ക് കൂടെ ഇതുപോലെ ഒരു ഹെയർ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കേ.